ബലൂചിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചിയ സംഭവത്തിൽ ഇന്ത്യക്കെതിരെ ആരോപണമുന്നയിച്ച പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പാകിസ്ഥാൻ സ്വയം പരിശോധിക്കണമെന്നും പാകിസ്ഥാൻ ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബലൂചിസ്ഥാനിലെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണെന്നായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിക്കളയുന്നു. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്തം മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നതിന് പകരം പാകിസ്ഥാൻ ഉള്ളിലേക്ക് നോക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ബലൂചിസ്ഥാൻ ട്രെയിൻ റാഞ്ചലിന് പിന്നാലെ ഇന്ത്യ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നുവെന്ന് പാകിസ്ഥാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആരോപിച്ചതിന് മറുപടിയായാണ് സർക്കാരിന്റെ പ്രതികരണം. ട്രെയിൻ ആക്രമണം വിദേശത്ത് നിന്ന് ആസൂത്രണം ചെയ്തതാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചു. ട്രെയിൻ ഉപരോധത്തിലുടനീളം വിമതർ അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനത്തിന് മുമ്പ് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന നയം പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവെന്ന് പാക് വക്താവ് അറിയിച്ചത്. പാകിസ്ഥാനെതിരെ ഭീകരതയെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നും പാകിസ്ഥാൻ ആരോപിച്ചു. അതിനിടെ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത സംഭവത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണെന്ന പാകിസ്ഥാന്റെ വാദം തള്ളി താലിബാനും രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാന്റേത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിരുത്തരവാദപരമായ ഇത്തരം പരാമർശങ്ങൾക്ക് പകരം സ്വന്തം സുരക്ഷയും ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ദുൽ ഗഹാർ ബൽക്കി പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് ബലൂചിസ്ഥാനിലെ ബോലാൻ മേഖലയിൽ ക്വിറ്റിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ട്രെയിൻ വിഘടനവാദികൾ റാഞ്ചിയത്. 450ഓളം യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരെയും ആക്രമികൾ ബന്ദികളാക്കി. ബലൂച്ച് ലിബറേഷൻ ആർമിയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. 24 മണിക്കൂറോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനൊടുവിൽ ആക്രമികളെ വധിച്ചുവെന്നും ബന്ദികളെ രക്ഷപ്പെടുത്തിയെന്നും പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. 50ഓളം വിഘടനവാദികളും ബന്ദികളിൽ ചിലരും സംഭവത്തിൽ കൊല്ലപ്പെട്ടു. 30ഓളം സൈനികരെ വധിച്ചുവെന്ന് നേരത്തെ വിഘടനവാദികൾ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 4 സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂവെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം.